ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഫ്ലിപ്കാർട്ടിൽ വീണ്ടും ഓഫേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാ മാസവും ഒരു മാസം അവസാനമൊക്കെ തന്നെ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫേഴ്സ് അടുത്തടുത്തായിട്ട് വരുന്നുണ്ട്. ഇത് എന്ന് പറയുന്നത് ബിഗ് സേവിങ് ഡേയ്സ്, അതായത് ഇയർ എൻഡ് സെയിലും അതുപോലെ തന്നെ ക്രിസ്മസ് സെയിലൊക്കെ ഇതിലായി. അപ്പോൾ ഇത് ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. അതായത് 20 തൊട്ട് 25 വരെയാണ് ക്രിസ്മസ് വരെ ഈ പറയുന്ന ഓഫർ വരുന്നുണ്ട്. ബാങ്ക് ഓഫർ ആണെങ്കിൽ 10% ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബാങ്ക് ഓഫർ വരുന്നുണ്ട്. അതായത് HDFC കാർഡ്സിൽ വരുന്നുണ്ട്, പിന്നീട് ബാങ്ക് ഓഫ് ബറോഡ വരുന്നുണ്ട്, പിന്നെ ഒരു ബോബ് കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡിലും ഓഫർ വരുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. സോ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഇത്രയും കാർഡ്സിൻ്റെ മേലെ 10% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ആട്ടോ വരുന്നത്. അപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ കാർഡ്സൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ എവിടുന്നൊക്കെ ഒപ്പിച്ചിട്ടെങ്കിലും വാങ്ങാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് എല്ലാ ഫോൺസിൻ്റെ ഓഫേഴ്സ് എന്തായാലും കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലായിരിക്കും ബാക്കിയുള്ള ഫോൺസൊക്കെ പറഞ്ഞത്. ഇതിൽ നമ്മൾ സാംസങ് പിന്നെ ബാക്കിയുള്ള വിവോ ഫോൺസൊക്കെ ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് സാംസങ്ങിൻ്റെ ഫോൺസിന് ഒട്ടുമിക്ക എല്ലാത്തിനും ഓഫേഴ്സ് വരുന്നുണ്ട്. എല്ലാ ഓഫറിലും മെയിൻ കില്ലർ പ്രൈസിൽ വരുന്നൊരു മോഡലാണ് S23. ഓഫർ ഇട്ട് ആ ഫോൺ അങ്ങ് കൊന്നു. അപ്പോൾ ആ ഫോൺ ഓഫർ വരുന്നുണ്ട്. ഇതിലാണെങ്കിൽ 38,999 രൂപയ്ക്ക് ആ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം ഇപ്പോഴും നല്ലൊരു കിടലായിട്ടുള്ള ഫോണാണ്. ഒരു ബെസ്റ്റ് കോമ്പാക്റ്റ് ഫോൺ എന്നൊക്കെ പറയാം. ഏറ്റവും കോമ്പാക്റ്റ് ഫോണായിട്ടുള്ളൊരു മോഡലാണ്. ഞാൻ വരെ ഈ ഫോണാണ് യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന വീഡിയോ അടക്കം ഈ ഒരു ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, S23. അപ്പോൾ വീഡിയോ ക്വാളിറ്റി ഇതിൻ്റെയും കാട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും വീഡിയോ ക്വാളിറ്റി. കാരണം ലൈറ്റിംഗ് ഒക്കെ സോഫ്റ്റ് ബോക്സ് ഒക്കെ ഞാൻ നോർമലായിട്ടുള്ള ഞാൻ ഉണ്ടാക്കിയ സോഫ്റ്റ് ബോക്സിലാണ് എടുക്കുന്നത്. കുറച്ചും കൂടെ ബെറ്റർ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തെ ക്വാളിറ്റിയിൽ എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ അതാണ് S23 കാര്യം. പിന്നെ S23 FE വരുന്നുണ്ട്. ഇത് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം 29,999 രൂപയാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ്. നിങ്ങൾ ഈ പ്രൈസിന് വേറെ ഏതെങ്കിലും ഫോൺ എടുക്കാനാണ് എൻ്റെ സജഷൻ. കാരണം സാംസങ് ഫോൺസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് പോയി എടുക്കുക. അല്ലെങ്കിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഈ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. പിന്നീട് സാംസങ്ങിൻ്റെ S24 പ്ലസിന് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിനാണെങ്കിൽ 64,999 കിട്ടുന്നുണ്ട്. സോ S24 പ്ലസ് ആണ്. 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ വരുന്നുണ്ട്, ബെറ്റർ ബാറ്ററി, ബെറ്റർ ഡിസ്പ്ലേ വലിയ ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ S24 പ്ലസിന് വരുന്നുണ്ട്. സോ 65,000 രൂപക്ക് അത്യാവശ്യം നല്ലൊരു മോഡലാണ് കേട്ടോ. പിന്നീട് S24 അൾട്രക്ക് ഓഫർ വരുന്നുണ്ട്. 1,18,000 രൂപ ആ റേഞ്ച് വരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ വാങ്ങണ്ട. S24 അൾട്ര എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ പ്രൈസിന് ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ക്യാഷ് ഉണ്ടെങ്കിൽ നോ പറയും. ഈ ഒരു ഓഫർ വീഡിയോ നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല. എല്ലാത്ത രീതിയിലാണെങ്കിൽ S23 അൾട്ര എടുത്താൽ മതി. വലിയ വ്യത്യാസമൊന്നും ആ ഒരു ഫോണും തമ്മിൽ വരുന്നില്ല. പിന്നെ ചിപ്സെറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ വലിയ സംഭവമൊന്നുമില്ല. ഓൾറെഡി നല്ല പെർഫോമൻസിൽ ചിപ്സെറ്റാണ് 2 ഫോണിൽ വരുന്നത്. സോ അതെടുത്തോ. അതാണെങ്കിൽ ആമസോണിൽ നോർമലായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 80,000 രൂപ കിട്ടാറുണ്ട്. ഓഫറിലാണെങ്കിൽ 75 രൂപ ആ റേഞ്ചിലൊക്കെ വരാറുണ്ട്. ഇനിയും എന്തായാലും അടുത്ത മോഡൽ അടുത്ത മാസം ഇറങ്ങുന്ന സമയത്ത് വില കുറയും. ഈ S24 അൾട്ര എടുക്കുന്ന കാരണം അല്ലെങ്കിൽ S25 അൾട്ര വരും. അത്യാവശ്യം പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും. എന്നാലും കുറച്ചും കൂടെ കൂട്ടി എടുക്കുന്നതായിരിക്കും നല്ല. S24 അൾട്ര ഇപ്പോൾ എടുക്കണ്ടെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. പിന്നീട് C Fold 6 ഓഫർ വരുന്നുണ്ട്. ഇതിനാണെങ്കിൽ ഏകദേശം ഒരു 1,32,499 രൂപയ്ക്ക് ഇയർ ഫോൺ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഇതിനും ഓഫർ വരുന്നുണ്ട്. പിന്നീട് C Flip 6 വരുന്നുണ്ട്. അതാണെങ്കിൽ 89,999 രൂപയ്ക്ക് അതും വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള വേറെ ലെവൽ ഫോൺസിനൊക്കെ തന്നെ സാംസങ് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. വേറെയും ഒരുപാട് സാംസങ് ഫോൺസിന് ഓഫേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ബെസ്റ്റ് ഫോൺസ് മാത്രമേ നമ്മളിതിൽ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ബാക്കിയൊക്കെ തന്നെ ഒഴിവാക്കിയത്. പിന്നെ വിവോയുടെ ഫോൺസിനും ഇനി ഓഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഐഫോണിൽ 15 ഓഫർ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇതുവരെ പ്രൈസ് റിവീൽ ആയിട്ടൊന്നും അവിടെ കാണിക്കുന്നില്ല. ഉണ്ടൊക്കെ തന്നെ നോർമലുള്ള ഒരു പ്രൈസ് പോയിന്റ് ആയിരിക്കും അതിനുണ്ടാകുന്നത്. വലിയ ഡിഫറൻസ് ഇല്ല. പിന്നെ 15 പ്ലസിനൊക്കെ തന്നെ ഓഫർ കൊടുത്തിട്ടുണ്ട്. അതിനാണെങ്കിൽ ഏകദേശം ഒരു 59,999 ഓഫർ വരുന്നുണ്ട്. 15 എന്തുവാടെ സെയിലൊക്കെ തുടങ്ങി. ഇപ്പോഴും അവർ റിവീൽ ചെയ്തിട്ടില്ല. എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷം റിവീൽ ചെയ്യാം. ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ. അപ്പം ബാക്കി 16 സീരീസിനൊക്കെ ആണെങ്കിൽ നോർമൽ 16 ആണെങ്കിൽ 79,999 ആ റേഞ്ചാണ് വരുന്നത്. ഇടയിൽ നിങ്ങളെ പറയുന്ന കാര്യം, നിങ്ങൾ iPhone 16 വാങ്ങുന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിൽ പോയി ചോദിക്കുക ആദ്യം എത്ര പൈസ കിട്ടുന്നു. കാരണം ഓഫ്ലൈൻ ഇതിനെയും കാട്ടി പൈസ കുറഞ്ഞ് ഞാൻ ഇതിനിടക്കാറ്റ് ഒരാളട്ടം എന്നോട് പറഞ്ഞു 16 വാങ്ങിച്ചിട്ടുണ്ട്. ഓൻ പറഞ്ഞത് എത്ര 73 ആ റേഞ്ചിലൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു പുതിയ പീസ്. അതുകൊണ്ട് തന്നെ ഓഫ്ലൈനിൽ എത്ര പൈസ ആണെന്നുള്ളത് ചോദിക്കുക. ഫുള്ള് നടന്നൊക്കെ ചോദിക്കുക. നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയി ചോദിക്കുക. അത്യാവശ്യം വില എന്തായാലും ഇതിന് വേണ്ടി കുറഞ്ഞു. കാരണം ഇത് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ലോഞ്ച് പ്രൈസാണ്, മെയിൻ പ്രൈസാണ് ഇതെന്ന് പറയുന്നത്. ഇതൊരു ഓഫർ പ്രൈസ് ഒന്നും തന്നെയല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും പോയിട്ട് ആരും 60 ഇതൊന്നും പോയി വാങ്ങല്ല. പുറത്ത് ഓഫ്ലൈനിൽ പോയി ചോദിക്കുക എത്രയാണ് പ്രൈസ്. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇതുപോലെ നിങ്ങൾ വാങ്ങാം.
പിന്നീട് വിവോ ഫോൺസിൻ്റെ ഓഫേഴ്സ് പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വിവോ T3X ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിനാണെങ്കിൽ ഏകദേശം 11,250 രൂപ കിട്ടുന്നുണ്ട്. 12,000 രൂപ ആ റേഞ്ച് ഫോണാണ്. അത്യാവശ്യം കൊള്ളാം, നല്ലൊരു മോഡലാണ്. പിന്നീട് വിവോയുടെ T3 കുറച്ച് പഴയതായി, ഏകദേശം 16,999 ആണ് ഈ ഒരു ഫോണിൻ്റെ ഓഫർ പ്രൈസ് ആയിട്ട് വരുന്നത്. ആ പ്രൈസിന് ഈ ഒരു ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം കുറച്ചും കൂടെ പൈസ ഹോട്ടലിൽ കൊടുത്ത് IQ C9S അങ്ങനെ ഏതെങ്കിലും മോഡലുകൾക്ക് എടുക്കുക, അതാണ് കുറച്ചും കൂടെ ബെറ്റർ. കുറച്ച് പഴയതായി, അത്രേ ഡിഫറൻസ് ഒക്കെ വരുന്നുള്ളൂ. സോ അങ്ങനെ ഫോൺസൊക്കെ വേറെ വരുന്നുണ്ട്. പിന്നീട് വിവോയുടെ T3 പ്രോക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അതിനാണെങ്കിൽ 22,999 രൂപയ്ക്ക് ആ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. 25,000 രൂപ ആ റേഞ്ച് ഫോണായിരുന്നു. സോ അത്യാവശ്യം നല്ല ഓഫർ അതിനും വരുന്നുണ്ട്. പിന്നീട് വിവോയുടെ T3 ലൈറ്റ് എന്ന മോഡലാണെങ്കിൽ 9,500 രൂപയ്ക്ക് ആ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. വിവോ T3 അൾട്ര ആണെങ്കിൽ 30,000 32,000 രൂപ ആ റേഞ്ച് മോഡലാണ്. അതിനാണെങ്കിൽ ഈ ഒരു ഓഫർ പ്രൈസിലാണെങ്കിൽ 27,999 കിട്ടുന്നുണ്ട്. സോ 28,000 രൂപയ്ക്ക് ആ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. നല്ലൊരു ഫോൺ കേട്ടോ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള മോഡലാണ്. പിന്നീട് ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ വിവോ P30 Pro എന്ന മോഡലുണ്ട്. പഴയ മോഡലാണ്, കഴിഞ്ഞ വർഷം ഇറങ്ങിയ മോഡലാണ്. ബട്ട് ഇതിൻ്റെ ക്യാമറ, ഇതിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു ഓഫർ പ്രൈസിലാണെങ്കിൽ 34,999 വരുന്നുണ്ട്. ആ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം നല്ല ക്യാമറ ഇതിന് കിട്ടുന്നതായിരിക്കും. എസ്പെഷ്യലി ഫോട്ടോസൊക്കെ ആണെങ്കിൽ വിവോയുടെ ഫോട്ടോസ് അറിയാലോ, വേറെ ലെവൽസ് ആണ്. അപ്പോൾ ഇതിൽ കിട്ടുന്നതായിരിക്കും. അപ്പം ക്യാമറ ഒക്കെ നോക്കിയിട്ട് വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ വിവോ V30 Pro എടുത്തോ, നല്ലൊരു മോഡലാണ്. പിന്നീട് നത്തിങ്ങിനും ഓഫേഴ്സ് വരുന്നുണ്ട്. CMO ഫോൺ 1 ഈ ഒരു ഫോൺ 16,000 രൂപയുടെ മോഡലാണ്. ഈ ഒരു ഓഫർ പ്രൈസിലാണെങ്കിൽ 12,999 രൂപ കിട്ടുന്നുണ്ട്. സോ 13,000 രൂപ കിട്ടുന്നുണ്ട്. ഏകദേശം 3,000 രൂപയോളം ഓഫർ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നത്തിങ് ഫോൺ 2A ഓഫർ ചെയ്യുന്നുണ്ട്. 19,999 രൂപ കിട്ടുന്നുണ്ട്. പിന്നീട് 2A പ്ലസ് വരുന്നുണ്ട്. അതിനാണെങ്കിൽ ഒരു 24,999 രൂപ ആ ഒരു ഫോണും വരുന്നുണ്ട്. സോ ഇത്രയും ഫോൺസിനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓഫറായിട്ട് പറയുന്നത്. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ബ്രാൻഡ്സൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യുക, കാരണം എല്ലാം വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഇങ്ങനെ പോകും. അത് ഇട്ട് കഴിഞ്ഞാൽ റീച്ചും കിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ 2 വീഡിയോ ആയിട്ട് ആക്കുന്നത്. സോ വെയിറ്റ് ചെയ്യുക. ബാക്കിയുള്ള മോട്ടറോള, ഷവോമി ഫോൺസ്, അങ്ങനെയുള്ള എല്ലാം. ഓപ്പോ ഫോൺസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓപ്പോ ഫോൺസൊക്കെ ഒന്നുമില്ല, ഓഫറിലൊന്നും ഈ ഒരു ഫോണേ ഇല്ല. അതുകൊണ്ട് അതൊന്നും അടുത്ത വീഡിയോയിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. അപ്പോൾ വീഡിയോ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.